ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയും LPUP പരീക്ഷയ്ക്ക് വേണ്ടിയും കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന സൈക്കോളജിയുമായിട്ടുള്ള ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ മാർക്കും കൂടി കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് ടോപ്പിക് ആയിട്ടോ അല്ലെങ്കിൽ PYQ ആയിട്ടോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുള്ളൂ. താഴെ വാട്സാപ്പിന്റെ സൗജന്യ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ പോവാം. അതുപോലെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ LPUPയുടെ കേഡറ്റിന്റെ പുതിയ ബാച്ചുകളെല്ലാം എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. കേഡറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ ഉള്ള സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ. സ്പെഷ്യൽ കേഡറ്റും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ കേഡറ്റും ഉണ്ട്. അപ്പൊ അഡ്മിഷൻ ആയിട്ട് എന്ത് ചെയ്യുക, എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതെല്ലാം എയിം സ്റ്റഡി സെന്റർ കഴിഞ്ഞ കേഡറ്റ് ക്വാളിഫൈഡ് ആയവരാണ്. കഴിഞ്ഞ 10 കേഡർ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ 7000-ൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് ഉണ്ട് കേഡർ ക്വാളിഫൈഡ് ആയത്. അതുപോലെ LPUP എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയിൽ മാത്രം 1000-ഓളം പേരാണ് എയിംസിൽ നിന്നും LPUPയിൽ നല്ല റാങ്കിലേക്ക് എത്തി അടുത്ത അധ്യാപകരാകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡിലാണ് ക്ലാസ്സുകൾ നൽകുന്നത്. ഓക്കെ, നമ്മളിതിൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ നിങ്ങൾ എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കാം. PYQ ആണ്. ആവർത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇതേ മെത്തേഡിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ക്ലാസ്സിലേക്ക് ഇരിക്കുക. ആദ്യ ചോദ്യം, റോബിൻ കണക്കിൽ വളരെ മോശമാണ്. താഴെ പറയുന്നവയിൽ എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? 1 പഠനശൈലി, 2 അഭിപ്രേരണ, 3 അത്യന്തമായ ആകാംക്ഷ, 4 മുന്നറിവുകളുടെ അഭാവം. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? കമന്റ് ചെയ്തേ. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ്? ഓക്കെ അല്ലെ, ഓപ്ഷൻ B ആണ് അവിടെ വരുന്നത്. നമ്മുടെ 4 അതിന്റെ ഒരു റീസൺ തന്നെയാണ്. ക്ലിയർ ആണോ? കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ബന്ധങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ താഴെ 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദ്രിയ ചാലഘട്ടം അല്ലെ, പിന്നെ മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം. ഇതിൽ ഏതാണ് അവിടെ തെറ്റായിട്ടുള്ളത്? ബന്ധങ്ങൾ ഏതായിരിക്കും വരിക? ഓപ്ഷൻ B വരും അല്ലെ. ഏതാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടം. അതില് അനുമാന നിഗമന ചിന്തയല്ല വരിക. എന്താണ്? യുക്തി പൂർവമായ ചിന്തയും ചിന്തയിൽ സ്ഥിരത അല്ലെ, അതൊക്കെയാണ് വരിക. അപ്പൊ അത് മാത്രമാണ്, ഓപ്ഷൻ B മാത്രമാണ് അവിടെ എന്താണ് തെറ്റായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക കേട്ടോ. മാത്ത് ഫോളോയിങ് ആണ് പറയുന്നത്. സ്കീമ, ലാഡ്, ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് സെറ്റ് PD അല്ലെ. എന്താണ് സ്കീമ? അപ്പൊ ഏതാണ് അവിടെ? അപ്പുറത്ത് എറിക്സൺ ഉണ്ട്, വൈഗോട്സ്കി ഉണ്ട്, പിയാഷെ ഉണ്ട്, ചോംസ്കി ഉണ്ട്. ഏതാണ് അവിടെ വരുന്നത്? ലാഡ് വൺ എന്താണ്? ലാംഗ്വേജ് അല്ലെ, അക്വിസിഷൻ ഡിവൈസ് ആണ്. ZPD എന്താ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെ. അപ്പൊ ഏതാണ് അവിടെ വരിക? സ്കീമ ഏതാണ്? പിയാഷെ ആണ് വരുന്നത്. ലാഡ് ഏതാ വരിക? ചോംസ്കി. ഐഡന്റിറ്റി ആണെങ്കിലോ എറിക്സൺ ആൻഡ് ZPD, വൈഗോട്സ്കി. നമ്മളുടെ ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത് അല്ലെ. ഏതാണ് അവിടെ ആൻസർ? ഓപ്ഷൻ A ആണ് വരുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള നടന്നത് UN കൺവെൻഷൻ എന്നാണ്. ഏത് വർഷമാണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നടന്നത്? ഏത് വർഷമാണ്? 13 നവംബർ 2006, 13 ഒക്ടോബർ, 13 ഡിസംബർ 2016, 13 നവംബർ 2005. ഏതായിരിക്കും അവിടെ ആൻസർ? ഓപ്ഷൻ A അല്ലെ. നവംബർ 13, 2006 ആണ് അവിടെ വരുന്നത്. അടുത്ത ചോദ്യം, ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാം? നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾ തരം തിരിക്കുക, കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അക്ഷരങ്ങൾ നിർമ്മിക്കുക, വിരലടയാളം ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് നിറം പകരുക, അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം. അതിൽ ഏതാണ് അവിടെ ആവശ്യമായിട്ട്? ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ പറ്റില്ലേ? പറ്റും. ദെൻ കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച അക്ഷരങ്ങൾ, അതും ശരിയാണ്. വിരലടയാളം ഉപയോഗിച്ച അക്ഷരങ്ങൾക്ക് നിറം പകരാം, ശരിയാണ്. അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം, അതും അവിടെ ശരിയല്ലേ? അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ 1, 2, 3, 4 അവിടെ ശരിയായിട്ടുള്ളതാണ്. ദെൻ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളുടെ മാർക്കുകളൊക്കെ കമന്റ് ചെയ്യാട്ടോ. സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂൾഡിന് ഉദാഹരണം ഏത്? 5 ശരിയുത്തരങ്ങൾ വീതം പറഞ്ഞ കുട്ടികൾക്ക് അധ്യാപിക 1 സ്റ്റാർ നൽകുന്നു. 10 പദ്ധതി രൂപരേഖ വീതം തയ്യാറായ കുട്ടിക്ക് അധ്യാപകൻ 1 സമ്മാനം നൽകുന്നു. ശരിയുത്തരം നൽകുന്ന മുറയ്ക്ക് അധ്യാപിക കുട്ടികളെ പ്രകീർത്തിക്കുന്നു. 5 കാറുകൾ വീതം വിൽപ്പന നടത്തുന്ന ജോലിക്കാരന് പ്രമോഷൻ ലഭിക്കുന്നു. അതില് ഏതാണ് അവിടെ ഷെഡ്യൂൾഡിന് ഉദാഹരണം? ഏത്? സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂൾ ഉദാഹരണം ഏതാണ്? ഓപ്പറന്റ് കണ്ടീഷണലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ? ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? 1 അല്ലെ, 2, 4. അപ്പൊ ഓപ്ഷൻ എ അല്ലേ? 1, 2, 4 എന്നിവ മാത്രമാണ് അല്ലെ. ഒരു നിശ്ചിത എണ്ണം അല്ലെ തവണ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ മാത്രം പ്രതിഫലം. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1, 2, 4. ഓപ്ഷൻ എ മാത്രമാണ് അവിടെ വരുന്നത്. ദെൻ 7ാമത്തെ ചോദ്യം. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന സഹായക സാങ്കേതിക വിദ്യക്ക് ഉദാഹരണം ഏത്? ഏതായിരിക്കും വരിക? വോയിസ്, വീൽ ചെയർ, വലിയ പ്രിന്റർ എല്ലാം വരും അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാ വരിക? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ദെൻ 8ാമത്തെ ചോദ്യം. സന്മാർഗിക വികസന തത്വത്തിലെ പ്രീ കൺവെൻഷണൽ കാലം ഏത് കാലയളവിലാണ്? കോൾബർഗിന്റെ വികസന തത്വത്തിലെ ഏതാണ് കാലം? ഓപ്ഷൻ ഡി വരും അല്ലേ? ഏതാണ്? 4 മുതൽ 10 വയസ്സ്. എത്രയാണ്? 4 മുതൽ 10 വയസ്സ് വരെ. ദെൻ ജാമറ്റ് എന്ന കുട്ടിയുടെ കാഴ്ചയിൽ നിന്നും പാവയെ മാറ്റിയപ്പോഴേക്കും ജാമറ്റ് പാവയെ പൂർണ്ണമായും മറന്നുപോയി. പിയാഷയുടെ അഭിപ്രായത്തിൽ അവൾ ഏതു ഘട്ടത്തിലാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി അല്ലെ, ഇന്ദ്രിയ ചാലക ഘട്ടം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. നമ്മുടെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ പെയ്ഡുകാർക്ക് നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കയറി ജോയിൻ ചെയ്തോളൂ, അഡ്മിഷൻ എടുത്തോളൂ. ബാലകൃഷ്ണൻ സാറിന്റെ ക്ലാസ്സുകളാണ്, വളരെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആണ്. അതുപോലെ നമ്മുടെ പ്രമീജ മിസ്സിന്റെ ക്ലാസ്സും ഉണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കിയോളൂ. ഒരു അധ്യാപിക പ്രതിപാദനായ ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. ഇവിടെ അധ്യാപിക സ്വീകരിച്ചത് ഏത്? പ്രതിപാദനം പറഞ്ഞ എന്താണ്? കഴിവുറ്റ അല്ലെ, ടാലന്റ്, JDS ഒക്കെ പറയില്ല. അത് ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഉൾച്ചേർക്കൽ, വേർപെടുത്തൽ, പൊരുത്തപ്പെടൽ, ത്വരിതപ്പെടുത്തൽ. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ, ത്വരിതപ്പെടുത്തലാണ് അവിടെ വരുന്നത്. ദെൻ 11ാമത്തെ ചോദ്യം. കേട്ടറിന്റെ പുതിയ ബാച്ച് എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഒരു ഉൾച്ചേർക്കൽ ക്ലാസ് മുറിയിൽ അധ്യാപകർ ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കി അവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. വ്യത്യസ്ത പഠന സാങ്കേതികങ്ങൾ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ ആറ്റോണമി പരിപോഷിക്കുന്നു. സഹവർത്തിയ പഠന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. സുരക്ഷിതത്വം, പരിസരം സൃഷ്ടിക്കുന്നു. ഏതാണ് ആൻസർ ആയിട്ട് വരിക? നാലും അവിടെ വരില്ലേ? 1, 2, 3, 4 അല്ലെ. ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നത്. 1, 2, 3, 4 എന്നിവയാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ ശൈശവത്തിലെ കുട്ടി അനുഭവിക്കുന്ന മനോസാമൂഹിക പ്രതിസന്ധി ഏത്? താതാത്മ്യം, സ്വാശ്രയത്വം, മുൻകൈയെടുക്കൽ, വിശ്വാസം. ഏതാ ആൻസർ ആയിട്ട് വരിക? താതാത്മ്യം 12 മുതൽ 18 അല്ലെ, കൗമാരം വരും. സ്വാശ്രയത്വം ആണെങ്കിലോ ജാളിത 1.5 to 3. മുൻകൈയെടുക്കൽ കുറ്റബോധം ആണെങ്കിലോ 3 to 6. വിശ്വാസം അവിശ്വാസം 1.5. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. 13ാമത്തെ ചോദ്യം. മറ്റുള്ള ഘടകങ്ങളെ അവഗണിച്ച് ഒരു ഘടകത്തിലെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ
കുട്ടികളുടെ പ്രത്യേകത ഏതാണ്? കേന്ദ്രീകരണം, സംശയം, വസ്തു, സ്ഥായീകരണം, വികേന്ദ്രീകരണം. ഏതാ അവിടെ ആൻസർ വരിക? ഓപ്ഷൻ എ വരും അല്ലെ. എന്താണ്? കേന്ദ്രീകരണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത്? ശില്പി, തത്വചിന്തകൻ, ഡാൻസർ, കർഷകൻ. ഏതാകും ആൻസർ വരെ? ഓപ്ഷൻ ഡി അല്ലെ, കർഷകൻ. പ്രകൃതിപരമായ ബുദ്ധിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് 15ാമത്തെ ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. അബ്രഹാം മാസ്ലോയുടെ ആവേശ ശ്രേണിയിൽ ഒഴിഞ്ഞുപോയ ഭാഗത്ത് ഉൾപ്പെടുത്താവുന്ന ആവശ്യം ഏത്? അതില് അവിടെ താഴെ കൊടുത്ത സാമൂഹിക ആവശ്യങ്ങൾ, ആത്മബഹുമാന ആവശ്യകതകൾ, ഭൗതിക ആവശ്യങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. അതിൽ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ വരുമോ, ബി വരുമോ, സി വരുമോ, ഡി വരുമോ? ഏതാ വരിക? ആത്മ ബഹുമാന ആവശ്യകതകൾ അല്ലെ. ഏതാ വരിക? ആദരം എന്ന് വരും അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ വരുന്നത്. അടുത്ത ചോദ്യം. ലിംഗ അനന്യത, ജെൻഡർ ഐഡന്റിറ്റി എന്ന പദം നിർദ്ദേശിച്ചത് ആര്? റോബർട്ട് ജെ മാർക്ക്, റോബർട്ട് ജെ സ്റ്റോളർ, വില്യം സ്റ്റോളർ ആൻഡ് ജെ സ്റ്റോളർ. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി വരും അല്ലെ. 1964 റോബർട്ട് ജെ സ്റ്റോളർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം. പഠനത്തിനായുള്ള മൂല്യനിർണയത്തിന് ഉദാഹരണം ഏത്? ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചകൾ, കുട്ടികളുടെ പങ്കാളിത്തം നിരീക്ഷിക്കുന്നു, ക്ലാസിന്റെ ഇടയിൽ സംഘടിപ്പിക്കാവുന്ന അതിവേഗ പ്രശ്നോത്തരികൾ, ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ നടക്കുന്ന ഫൈനൽ പരീക്ഷ, കുട്ടികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളോട് അടങ്ങിയ പോർട്ട്ഫോളിയോ. ഏതൊക്കെയാ വരിക? 1ഉം 2ഉം വരും അല്ലെ. ഓപ്ഷൻ സി വരും. 1ഉം 2ഉം മാത്രമാണ്. ബാക്കി രണ്ടും എന്താണ്? പഠനത്തെ വിലയിരുത്തലല്ലേ. അപ്പൊ ആൻസർ 1ഉം 2ഉം മാത്രമാണ് വരുന്നത്. അടുത്ത ചോദ്യം. കണ്ടീഷനിങ് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ വാചകം ഏത്? പട്ടി മണിനാഥം ശ്രവിക്കുന്നു, പട്ടി ആഹാരം കാണുന്നു, മണിനാഥം കേൾക്കുന്നു, ഉമിനീർ ശ്രവിക്കുന്നു. മണിനാഥം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു, ഭക്ഷണം കണ്ട ഉടനെ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു. ഏതാണ് അവിടെ ആൻസർ വരിക? ഓപ്ഷൻ സി വരും അല്ലെ. മണിനാഥം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു അല്ലെ. കണ്ടീഷണൽ റെസ്പോൺസ് അല്ലേ. കുട്ടികളുടെ പേശീചാലക വികസനത്തിന് ഒരു ഉദാഹരണം ഏത്? ഖരരൂപത്തിലുള്ള ആഹാരം കഴിക്കുവാൻ ആരംഭിക്കുന്ന, കുട്ടിക്കാലത്ത് തനിച്ചാകുമ്പോൾ പേടി തോന്നുന്നത്, നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നത്, 1.5 വയസ്സാകുമ്പോൾ നടന്നു തുടങ്ങുന്നത്. ഏതായിരിക്കും അത്? ഓപ്ഷൻ ഡി വരും അല്ലെ. 1.5 വയസ്സാകുമ്പോൾ നടന്ന് തുടങ്ങുന്നത്. 20ാമത്തെ ചോദ്യം. കുട്ടികളുടെ സൂക്ഷ്മ പേശീചാലക വികസനത്തിന് താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും യോജിച്ചത്? നീന്തൽ, മരം കയറൽ, സ്വയം ആഹാരം കഴിക്കുവാൻ സ്പൂൺ നൽകൽ, സ്ക്രൂ ഇടാനും അഴിക്കാനുമായി കളിപ്പാട്ടം നൽകുക. സ്ക്രൂ ഇടാനും അഴിക്കാനുമായി കളിപ്പാട്ടം നൽകുക. 1, 2, 3, 4, 3ഉം 4, 1, 2 ഇവയിൽ ഒന്നുമല്ല. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? സ്വയം ആഹാരം കഴിക്കുവാൻ സ്പൂൺ നൽകൽ, പിന്നെ സ്ക്രൂ ഇടാനും അഴിക്കാനുമായി കളിപ്പാട്ടം നൽകുക. ആൻസർ ഏതാ വരിക? 3ഉം 4ഉം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 21ാമത്തെ ചോദ്യം. സ്ഥാനാന്തരണം എന്ന പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം ഏത്? അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു, പ്രിൻസിപ്പാളിന്റെ വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ
വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്കു പറയുന്നു. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈ വിരലുകൾ വലിച്ചു കുടിക്കുന്നു. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? 1ഉം 2ഉം വരും അല്ലെ. ഇതെന്താണ് വരില്ല? മാനസിക പിരിമുറുക്കം ഏതിലാ വരിക? അത് പശ്ചാത്ഗമനം അല്ലെ, റിഗ്രഷൻ എന്ന് പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, 1ഉം 2ഉം മാത്രമാണ് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ ത്രിമാന മാതൃകയുമായി ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്നത് ഏത്? വിഭാഗം, ഏകകങ്ങൾ, മൂല്യനിർണയം, ബന്ധങ്ങൾ. ഓപ്ഷൻ സി വരും അല്ലെ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, മൂല്യനിർണയം. ദെൻ ഓക്കെ, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് താഴെ പറയുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു: പെൺകുട്ടികൾ പ്രകൃതിയാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃതിയാലെ നേതാക്കളുമായിരിക്കും. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഇത് ഏതിനുള്ള? ലിംഗസ്ഥിര രൂപം, ലിംഗസമത്വം, ലിംഗ അനന്യത, ലിംഗവിശ്വസ്തത. ഏതാണ് അവിടെ വരിക? ഓപ്ഷൻ എ വരും അല്ലെ. എന്താണ്? ലിംഗ സ്ഥിരരൂപം. സ്കൂളിലേക്ക് തന്റെ ആദ്യ ദിനത്തിൽ റോപ്പൻ ഒന്നിനു പിറകെ ഒന്നായി 3 കുട്ടികളെ കണ്ടു. 3 പേരും റോപ്പനെ നോക്കി ചിരിച്ചു. ഈ സ്കൂളിലെ കുട്ടികളെല്ലാം നല്ല സുഹൃത്തുക്കളാണെന്ന നിഗമനത്തിൽ റോബൻ എത്തിച്ചേർന്നു. ഇത് ഏതു തരം ചിന്തയാണെന്ന് തിരഞ്ഞെടുക്കുക. ആഗമന ചിന്ത, ട്രാൻസ്ഡക്റ്റീവ് ചിന്ത, നിഗമന ചിന്ത, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ വരും അല്ലെ. എന്താണ്? ആഗമന ചിന്തയാണ് അല്ലെ. ഉദാഹരണങ്ങളുടെ പൊതുതത്വത്തിലേക്ക് അല്ലെ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 25ാമത്തെ ചോദ്യം, നല്ല കുട്ടി എന്ന് കേൾക്കുവാനായി ബിനോയ് നന്നായി പെരുമാറുന്നു. കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്ത പ്രകാരം അവൻ ഏതു ഘട്ടത്തിലാണ്? ഓപ്ഷൻ ഏതാ പറയാ? ഔപചാരിക ഘട്ടം അല്ലെ. ഏതാണ്? യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്ത്. അപ്പൊ 25-ല് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പെയ്ഡുകാർക്ക് നൽകുന്നത്. സൈക്കോളജിയിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ സൈക്കോളജി ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ബാച്ചാണ് നൽകുന്നത്. അപ്പൊ അഡ്മിഷൻ ആയിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നന്ദി, നമസ്കാരം.